ഹായ് ഗൈസ്. ഇവിടെ ഒരു പുള്ളിക്കാരൻ രാത്രിയിൽ വളരെ വേഗത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഫോളോ ചെയ്യുന്നയാള് പതിയെ ഒരു കത്തിയൊക്കെ എടുത്ത് ആ പുള്ളിക്കാരനെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ശേഷം അയാളുടെ ഡെഡ് ബോഡി അവിടെ നിന്നും വലിച്ചുകൊണ്ട് പോകുന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ വാനില് ഔട്ടിങ്ങിനെത്തിയ ഒരു ഫാമിലിയെ കാണിക്കുന്നു. കെയ്ത്തും ഫാമിലിയുമായിരുന്നു അത്. അവരാളൊഴിഞ്ഞൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തിയതിനു ശേഷം കെയ്ത്ത് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നു. ഫുഡൊക്കെ റെഡിയായി എല്ലാവരും കഴിക്കാൻ ആരംഭിച്ചപ്പോഴാണ് മകൾ എയ്മി എനിക്കിപ്പോ വിശക്കുന്നില്ല, എന്റെ വയറ് ഓൾറെഡി നിറഞ്ഞിരിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞ് അവിടെ നിന്നും ദൂരേക്ക് മാറിപ്പോയി ആരും കാണാത്ത സിഗരറ്റ് വലിക്കുന്നു. ബാക്കിയുള്ളവര് ആസ്വദിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അങ്ങോട്ടേക്ക് രണ്ട് സ്ട്രേഞ്ചേഴ്സ് കയറി വരുന്നു. അവരവരുടെ ഫ്രണ്ടിനെ അന്വേഷിച്ചു വന്നതാണ്. പുള്ളി ഇന്നലെ രാത്രി മുതൽ മിസ്സിംഗ് ആണ്. ഇവര് സംസാരിക്കുന്നത് ഓൾറെഡി കൊല്ലപ്പെട്ട നമ്മൾ ആദ്യമേ കണ്ട ആ പുള്ളിക്കാരനെ പറ്റിയായിരുന്നു. കെയ്ത്ത് ഇവരോട് ഞങ്ങൾ വന്നിട്ട് കുറച്ചു നേരമായി, എങ്കിലും ഞങ്ങളാരെയും കണ്ടില്ല എന്നെല്ലാം പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവരാണെങ്കിൽ അതും ഇതും എല്ലാം പറഞ്ഞ് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. കെയ്ത്തിന്റെ മകൻ ഇവർക്ക് ഓരോ ചോക്ലേറ്റ് സമ്മാനിക്കുന്നു. അവരാ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മകൾ എയ്മി അങ്ങോട്ടേക്ക് വന്നത്. മകളെ കണ്ടതും കെയ്ത്ത് അവളോട് വണ്ടിയിൽ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. എയ്മി ആ വണ്ടിക്കകത്തേക്ക് കയറി പോകുന്നു. ഇത് കണ്ടതും ആ വന്ന സ്ട്രേഞ്ചേഴ്സ് പറയുകയാണ്, ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ട്, ഞങ്ങൾക്ക് ഈ വാൻ ഒന്ന് സെർച്ച് ചെയ്യണം എന്നെല്ലാം. ഇത് കേട്ടതും കെയ്ത്ത് ആണെങ്കിൽ വളരെ സമാധാനത്തില് ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്, ഞങ്ങൾ ആരെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടതും ആ വന്ന സ്ട്രേഞ്ചേഴ്സ് അവിടെ നിന്നും പോകുന്നു. ഇത്രയുമൊക്കെ ആയ സ്ഥിതിക്ക് കെയ്ത്തും ഫാമിലിയും അവിടെ നിന്നില്ല. അവരും പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് യാത്രയായി. എന്നാൽ കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവര് പോകുന്ന റോഡിന്റെ നടുവിലായിട്ട് ആ സ്ട്രേഞ്ചേഴ്സ് വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഒരാള് അവരുടെ വണ്ടി നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടെയുള്ള ആളുടെ കയ്യിലാണെങ്കിലോ ഒരു വലിയ തോക്കും. ഇത് കണ്ടതും കെയ്ത്തിന്റെ ഭാര്യയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകണ്ട, പുറകിലേക്ക് തിരിച്ചു പോകാം എന്നെല്ലാം പറയുന്നു. എന്നാൽ കെയ്ത്ത് ആണെങ്കിൽ ഭാര്യ പറയുന്നത് കേൾക്കാതെ മുന്നോട്ട് പോവുകയും അവരുടെ അടുത്ത് വണ്ടി നിർത്തുകയും ചെയ്യുന്നു. ആ തോക്കും പിടിച്ചുകൊണ്ട് നിന്നവൻ വന്നിട്ട് ഞങ്ങളുടെ വണ്ടി കേടായി, ഞങ്ങളെ അടുത്ത ടൗണിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യാവോ എന്നെല്ലാം ചോദിക്കുകയാണ്. ഇയാളുടെ കയ്യിലെ ആ തോക്ക് കണ്ടിട്ട് കെയ്ത്തും ഫാമിലിയും പേടിച്ചിരിക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. അത് മനസ്സിലായത് കൊണ്ട് തന്നെ ഞങ്ങളിൽ ഒരാൾക്ക് ലിഫ്റ്റ് തന്നാൽ മതിയെന്ന് അയാൾ പറയുന്നു. അയാളുടെ ഫ്രണ്ട് ബില്ലിയെ ചൂണ്ടിക്കാണിച്ചതിനു ശേഷം ഇവനെ ലിഫ്റ്റ് കൊടുത്താൽ മതി, ഇവന്റെ വീട് ഇവിടെ അടുത്താണ്, ഇവൻ അവിടെ എത്തിയതിനു ശേഷം എന്നെ പിക്ക് ചെയ്യാൻ ഇങ്ങോട്ട് വന്നോളും എന്നെല്ലാം പറയുന്നു. പിന്നെ ഈ തോക്ക്, അതല്ലേ നിങ്ങൾക്ക് പേടി, എന്തായാലും അത് ബില്ലിയുടെ കയ്യിൽ തന്നു വിടുന്നില്ല, ഇത് എന്റെ കൂടെ ഇവിടെ ഉണ്ടാകും എന്ന് അയാൾ പറയുന്നു. കെയ്ത്തിന്റെ വൈഫിനാണെങ്കിൽ സ്ട്രേഞ്ചേഴ്സിനെ വണ്ടിയിൽ കയറ്റുന്നതിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ബില്ലിയും ഇവരുടെ ഒപ്പം യാത്രയായി. ബില്ലി വണ്ടിയിൽ കയറിയപ്പോ തൊട്ടേ കെയ്ത്തിന്റെ മകനുമായിട്ട് സംസാരിച്ചിരിക്കാൻ തുടങ്ങി. ബില്ലിയുടെ വീട്ടില് അവന്റെ അങ്കിളും ആ അങ്കിളിന്റെ രണ്ട് പെൺമക്കളുമാണുള്ളത്. അവർക്ക് ഗസ്റ്റുകൾ വരുന്നത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാകും എന്നെല്ലാം അവൻ പറയുന്നു. കെയ്ത്തിന്റെ മകന്റെ കയ്യില് ഒരു നോട്ട് പാഡ് ഇരിക്കുന്നത് കണ്ടിട്ട് ബില്ലി അത് തട്ടിപ്പറിക്കുന്നു. ആ നോട്ട് പാഡ് ഇന്നലെ രാത്രി മുതൽ കാണാണ്ടായ ബില്ലിയുടെ ഫ്രണ്ടിന്റേതായിരുന്നു. ഇത് മനസ്സിലായതും ബില്ലി വല്ലാണ്ട് ഷോക്ക് ആകുന്നു. എന്നാൽ അപ്പോഴേക്കും കെയ്ത്തിന്റെ മകൻ രണ്ട് കത്തി ഉപയോഗിച്ച് ബില്ലിയെ അതിക്രൂരമായി കൊലപ്പെടുത്തുന്നു. ബില്ലിയുടെ ഫ്രണ്ടിനെ കൊന്നതും ഈ മകൻ തന്നെയാണ്. കെയ്ത്തിന്റെ ഫാമിലി നമ്മളെ കാണിച്ചതുപോലെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. കെയ്ത്തിന്റെ ഫാമിലിയിലുള്ള ഈ 4 പേരും സീരിയൽ കില്ലേഴ്സ് ആണ്. ഇവര് സീരിയൽ കില്ലേഴ്സ് മാത്രമായിരുന്നില്ല, നരഭോജികൾ കൂടിയായിരുന്നു. ഇവര് കുറച്ചു മുമ്പ് കുക്ക് ചെയ്ത് കഴിച്ച മീറ്റ് മനുഷ്യ മാംസമായിരുന്നു. ഇവരിങ്ങനെ നരഭോജികളൊക്കെ ആണെങ്കിലും ഇവരുടെ നിഷ്കളങ്കമായ അപ്പിയറൻസ് കാരണം ആരും ഇവരെ സംശയിക്കുന്നുണ്ടായിരുന്നില്ല. കെയ്ത്തും ഫാമിലിയും ഒന്നിച്ച് ബില്ലിയുടെ ഡെഡ് ബോഡി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. കാരണം ഇതാണല്ലോ അവരുടെ ഭക്ഷണം. കെയ്ത്തിന്റെ വൈഫ് ബില്ലിയുടെ കണ്ണുകളെ എയ്മിക്ക് സമ്മാനിക്കുന്നു. ഇത് കണ്ടതും അവരുടെ മകനാണെങ്കിൽ ഇത് എനിക്ക് അവകാശപ്പെട്ടതല്ലേ, ഞാനല്ലേ അവനെ കൊന്നത് എന്നെല്ലാം സംസാരിക്കുന്നു. ഇത് കേട്ടതും എയ്മി ദേഷ്യത്തിന്റെ പുറത്ത് എടുത്തു ചാടി ഒന്നും ചെയ്യാതെ സംയമനം പാലിച്ചതുകൊണ്ടാണ് അവൾക്ക് ആ കണ്ണുകൾ സമ്മാനിച്ചതെന്ന് അവരുടെ അമ്മ മറുപടിയും നൽകുന്നു. അപ്പോഴാണ് ബില്ലിയുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ അവിടെ ഇരുന്ന് റിങ് ചെയ്യാൻ ആരംഭിച്ചത്. കെയ്ത്ത് ആ ഫോൺ എടുത്ത് പൊട്ടിച്ചു കളയുന്നു. ബില്ലി പറഞ്ഞിരുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അനുസരിച്ച് കെയ്ത്തും ഫാമിലിയും ബില്ലിയുടെ വീട്ടിൽ എത്തിച്ചേരുന്നു. ഡോറ് നോക്ക് ചെയ്തതും ബില്ലി നേരത്തെ പറഞ്ഞ അങ്കിളിന്റെ ആ 2 പെൺമക്കളാണ് ഡോറ് തുറക്കാൻ എത്തിയത്. മൂത്തയാള് ജൂലിയൻ, ഇളയാള് സാവന. കെയ്ത്ത് അവരോട് വളരെ സൗമ്യമായ ഭാഷയിൽ ഞങ്ങളുടെ വണ്ടി കേടായി, ഞങ്ങളെ കുറച്ചു സമയം ഇവിടെ നിൽക്കാൻ അനുവദിക്കുമോ എന്നെല്ലാം ചോദിക്കുകയാണ്. ജൂലിയൻ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ തന്നെ സാവന ചാടിക്കേറി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ടൗൺ എത്തും, അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്, നിങ്ങൾക്ക് അവിടെ സ്റ്റേ ചെയ്യാമല്ലോ എന്നെല്ലാം പറയുന്നു. അപ്പോഴേക്കും കെയ്ത്തിന്റെ വൈഫ് മുന്നോട്ട് വന്നിട്ട് ഞങ്ങൾ വരുന്ന വഴിയിൽ ബില്ലിയെ കണ്ടിരുന്നു, അവനാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി പറഞ്ഞു തന്നതും ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞതും എന്ന് പറയുന്നു. ബില്ലിയുടെ പേര് കേട്ടതും കെയ്ത്തിനെയും ഫാമിലിയെയും ഇവര് വളരെ സന്തോഷത്തോടെ വെൽക്കം ചെയ്യുന്നു. അവർക്ക് ഭക്ഷണവും നൽകുന്നു. എന്നാൽ കെയ്ത്തിനും ഫാമിലിക്കും ഇവരുടെ ഭക്ഷണം തീരെ ഇഷ്ടമായില്ല. കാരണം ഇവര് മനുഷ്യന്മാരുടെ ഇറച്ചിയാണല്ലോ തിന്നുന്നത്.
കെയ്ത്ത് ആ അങ്കിളിനോട് നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഇവിടെ ആകെ ഒരു ഫോണേ ഉള്ളൂ, അത് ബില്ലിയുടെ കൈവശമാണുള്ളത്. അവൻ വരുമ്പം തരാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും അവൻ ചെയ്തു തരും എന്നെല്ലാം ആ അങ്കിള് മറുപടിയും നൽകുന്നു. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബില്ലിയെ നിങ്ങൾ വരുന്ന വഴിക്ക് മീറ്റ് ചെയ്തതല്ലേ, പിന്നെ എന്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് വന്നില്ല എന്നൊക്കെ സാവന ചോദിക്കുന്നു. ഇത് കേട്ടതും ബില്ലി അവന്റെ ഫ്രണ്ടിനെ സഹായിക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് മാത്രമല്ല, അവനാണ് ഇവിടുത്തെ അഡ്രസ്സ് തന്നത് എന്നെല്ലാം കെയ്ത്തിന്റെ വൈഫും പറയുന്നു. എന്നാൽ സാവനയുടെ ചോദ്യങ്ങൾക്ക് അന്ത്യമുണ്ടായിരുന്നില്ല. അവള് വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കെയ്ത്തിനും ഫാമിലിക്കും വല്ലാണ്ട് ദേഷ്യം വന്നു തുടങ്ങി. അവര് പതിയെ അവർ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വെപ്പൺസ് പുറത്തെടുക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവരുടെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നു. ജൂലിയന്റെ ഫിയാൻസി ആയിരുന്നു അത്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പുള്ളിക്കാരനെ പോലെ ഒരാളെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് കെയ്ത്തിനും ഫാമിലിക്കും കുറച്ച് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ വെപ്പൺസ് എടുത്തെടുത്ത് തന്നെ തിരികെ വെക്കുന്നു. ഈ സമയം ബില്ലിയുടെ മറ്റേ ഫ്രണ്ട് ബില്ലിയെയും കാത്ത് നടു റോഡിൽ നിൽക്കുകയാണ്. ബില്ലിയുടെ ഫോണിൽ മാറി മാറി വിളിക്കുന്നുണ്ടെങ്കിലും കോള് കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം അത് ഓൾറെഡി കെയ്ത്ത് പൊട്ടിച്ചു കളഞ്ഞല്ലോ. അവൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതുവഴി ഒരു പോലീസ് വണ്ടി വന്നത്. പോലീസുകാര് അവന് ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അവൻ അവരോട് പോയില്ല. പോലീസുകാരൊക്കെ പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ വല്ലാണ്ടങ്ങ് ഛർദ്ദിക്കാൻ തുടങ്ങി. അത് കെയ്ത്തിന്റെ മകൻ കൊടുത്ത ആ ചോക്ലേറ്റ് കാരണമായിരുന്നു. ഇവിടെ ബില്ലിയുടെ വീട്ടില് എയ്മി ബാത്റൂം യൂസ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ അവളുടെ കൈവശം ഉണ്ടായിരുന്ന അമ്മ സമ്മാനിച്ച ബില്ലിയുടെ കണ്ണുകൾ താഴെ വീണത് അവൾ അറിഞ്ഞില്ല. ബാത്റൂമിന് പുറത്ത് വെച്ച് എയ്മി സാവനയെ കണ്ടുമുട്ടുന്നു. എയ്മി ആണെങ്കിൽ സാവനയെ കണ്ടതും വല്ലാണ്ടങ്ങ് അട്രാക്റ്റഡ് ആവുന്നു. അവള് കപ്പിൾസിനോട് സംസാരിക്കുന്നത് പോലെ സാവനയോട് സംസാരിക്കുന്നു. ഈ സമയം ജൂലിയൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ബെഡ് റെഡിയാക്കിയിട്ടുണ്ട്, ഉറങ്ങാനുള്ള നേരമായി എന്നെല്ലാം പറയുന്നു. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് സാവനെ എല്ലാവർക്കും മനോഹരമായ രീതിയിൽ പിയാനോ പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നു. എയ്മി ആണെങ്കിൽ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് ഇംപ്രസ്ഡ് ആയി. എല്ലാവരും സന്തോഷത്തോടെ ഉറങ്ങുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ റൂമിലേക്ക് പോകുന്നു. കെയ്ത്തിന്റെ ഭാര്യ വല്ലാണ്ട് വറീഡാണ്. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയെ കൊല്ലുന്നതിനോട് പുള്ളിക്കാരിക്ക് എതിർപ്പായിരുന്നു. ഇവർക്ക് ഇവരുടേതായ ചില റൂൾസ് ഉണ്ട്. ഇവരങ്ങനെ കണ്ണി കണ്ടവരെയൊന്നും കൊല്ലില്ല. സമൂഹത്തിനോട് ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമില്ലാത്തവരെ മാത്രമാണ് ഇവർ കൊല്ലുന്നത്. അല്ലാതെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ഫാമിലിയൊന്നും അവർ ഇതുവരെ കൊന്നിട്ടില്ല. പക്ഷെ ഇന്ന് അവരത് ചെയ്യാൻ പോവുകയാണ്. ഈ ഫാമിലിയിലുള്ളവര് ഒരു സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. ഇവർക്ക് പ്രത്യേകിച്ച് ജീവിത ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ഒന്നും തന്നെയില്ല. അങ്ങനെ നോക്കുമ്പം ഇവരെ കൊണ്ട് സമൂഹത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കെയ്ത്ത് തന്റെ ഭാര്യയെ സമാധാനിപ്പിക്കുന്നു. ഓരോരുത്തരെയും എങ്ങനെയൊക്കെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കെയ്ത്ത് തന്റെ മകന്റെ അടുത്തേക്ക് പോകുന്നു. ജൂലിയനെ കൊല്ലാനുള്ള ഡ്യൂട്ടി കെയ്ത്ത് തന്റെ മകനെ ഏൽപ്പിക്കുന്നു. എന്നാൽ ജൂലിയന്റെ ഫിയാൻസി അത്യാവശ്യം നല്ല സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ കെയ്ത്ത് കൊന്നുകൊള്ളാം എന്ന് പറയുന്നു. അത് മാത്രമല്ല, സിഗ്നല് കിട്ടാതെ ഒന്നും ചെയ്യരുതെന്ന് തന്റെ മകനെ അയാൾ വാൺ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ എയ്മി ആണെങ്കിൽ സാവനയുടെ മുറിയിൽ സാവനയ്ക്ക് കിട്ടിയ അവാർഡുകളൊക്കെ കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കെയ്ത്ത് ആ അങ്കിളിനെ, അതായത് സാവനയുടെയും ജൂലിയന്റെയും അച്ഛനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. പുള്ളിക്കാരനെ എന്തോ പന്തികേട് തോന്നി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു കോടാലി ഉപയോഗിച്ച് കെയ്ത്ത് അയാളെ കൊലപ്പെടുത്തുന്നു. ഇതേ സമയം ജൂലിയന്റെ ഫിയാൻസി വീടിന് വെളിയിൽ ഒമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ തക്കത്തിന് കെയ്ത്തിന്റെ മകൻ അയാളെ പിന്നിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ആ ഫിയാൻസിയെ കൊല്ലുന്നതിൽ നിന്നും കെയ്ത്ത് തന്റെ മകനെ തടഞ്ഞിരുന്നു. കാരണം അയാൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഇത്രയുമൊക്കെ സ്ട്രോങ് ആയിരുന്നിട്ടും അവൻ അത് ഈസി ആയിട്ട് കൈകാര്യം ചെയ്തു. അതുകൊണ്ട് തന്നെ കെയ്ത്ത് ആ ഫിയാൻസിയുടെ നാക്ക് കട്ട് ചെയ്ത് തന്റെ മകന് സമ്മാനമായി നൽകുന്നു. എയ്മി സാവനയ്ക്കൊപ്പമാണ് ഉറങ്ങാൻ കിടന്നത്. സാവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് എയ്മി അവളുടെ കൈവശമുള്ള കത്തി പതിയെ പുറത്തെടുക്കുന്നു. എന്നാൽ ഈ സമയം സാവന ഉറക്കത്തിൽ അറിയാതെ എയ്മിയെ തള്ളി താഴെയിടുന്നു. എയ്മിയുടെ കത്തി കൊണ്ട് എയ്മിയുടെ ദേഹം തന്നെ മുറിയുന്നു. ഇത് കണ്ടതും സാവനയ്ക്ക് വല്ലാണ്ട് ടെൻഷൻ ആവുന്നു. സാവന എയ്മിയുടെ മുറിവ് തൽക്കാലത്തേക്കൊന്ന് കെട്ടിവെച്ചതിനു ശേഷം ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് വീടിന് വെളിയിലേക്ക് പോകുന്നു. സാവനയുടെ ഈ കെയറിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എയ്മിക്ക് അവളോട് വല്ലാത്ത ഇഷ്ടം തോന്നി. സാവനയെ കൊല്ലണമല്ലോ എന്നോർത്തപ്പോഴേക്കും അവൾക്ക് മനസ്സിലൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തു. വീടിന് വെളിയിലിറങ്ങിയ സാവന കെയ്ത്തിന്റെയും ഫാമിലിയുടെയും വാൻ കണ്ടിട്ട് അതിനുള്ളിൽ പ്രവേശിക്കുന്നു. അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ജൂലിയന്റെ ഫിയാൻസിയുടെ ഡെഡ് ബോഡി കണ്ടിട്ട് അവള് ഷോക്ക് ആകുന്നു. കെയ്ത്തും ഫാമിലിയും കാണുന്നത് പോലെ ഇന്നസെന്റ് അല്ല, അവര് കില്ലേഴ്സ് ആണ്. അവരെല്ലാവരെയും കൊല്ലാൻ വന്നതാണ് എന്ന സത്യം അവൾ മനസ്സിലാക്കുന്നു. ഇവിടെ ജൂലിയനും ഒമിറ്റ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഒമിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാത്റൂമിൽ കയറിയ ജൂലിയന് എയ്മിയുടെ കയ്യിൽ നിന്നും കളഞ്ഞുപോയ ബില്ലിയുടെ ആ കണ്ണുകൾ ലഭിക്കുന്നു. അത് കണ്ടതും അവൾ വല്ലാണ്ട് ഷോക്ക് ആകുന്നു. എല്ലാവരും ആപത്തിലാണ് എന്ന യാഥാർത്ഥ്യം അവളും തിരിച്ചറിയുന്നു. അവൾ ഉടനെ തന്നെ തന്റെ അച്ഛന്റെ മുറിയിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ അവിടെ അവൾക്ക് കാണാൻ സാധിച്ചത് അതിക്രൂരമായി കൊല്ലപ്പെട്ട് കിടക്കുന്ന തന്റെ അച്ഛനെയാണ്. ആ കാഴ്ച അവൾക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവൾ അവിടെ നിന്ന് ഉറക്കം നിലവിളിക്കുന്നു. ഇത് കേട്ടതും കെയ്ത്ത് അങ്ങോട്ടേക്ക് വന്ന് അവളെ പിടിച്ചുകൊണ്ടുപോയി തന്റെ ഭാര്യയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. എന്നാൽ കെയ്ത്തിന്റെ ഭാര്യ ജൂലിയനെ കൊല്ലുന്നതിന് റെഡി ആയിരുന്നില്ല.
ഇവരുടെ റൂൾസ് തെറ്റിക്കുന്നതിനോട് പുള്ളിക്കാരിക്ക് എതിർപ്പായിരുന്നു. എന്നാൽ കെയ്ത്ത് അവളോട് അതും ഇതുമൊക്കെ പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും കെയ്ത്തിന്റെ ഭാര്യയുടെ കഴുത്തിലേക്ക് ഒരു ആരോ തുളച്ചു കയറുന്നു. കില്ലേഴ്സിനെ പറ്റി മനസ്സിലാക്കിയ ഉടനെ തന്നെ സാവന അവളുടെ മുറിയിൽ നിന്നും അമ്പമ്മിലും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ്. ഈ ഒച്ചയും ബഹളവും ഒക്കെ കേട്ടിട്ട് എയ്മി അങ്ങോട്ടേക്ക് കയറി വരുന്നു. കൊല്ലപ്പെട്ട് കിടക്കുന്ന തന്റെ അമ്മയുടെ ബോഡി കണ്ടിട്ട് എയ്മി വല്ലാണ്ട് ഷോക്ക് ആകുന്നു. സാവനയെ നേരത്തെ ആ മുറിയിൽ വെച്ച് തന്നെ കൊന്നിരുന്നെങ്കിൽ തന്റെ അമ്മ ഇപ്പം തന്റെ കൂടെ ജീവനോടെ കാണുമായിരുന്നല്ലോ എന്ന് എയ്മി ചിന്തിക്കുന്നു. സാവനയെയും ജൂലിയനെയും കൊന്ന് വീടിന് തീയും വെച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്ന് കെയ്ത്തും ഫാമിലിയും പ്ലാൻ ചെയ്യുന്നു. കെയ്ത്തിന്റെ ഭാര്യയെ കൊന്നിട്ട് മറിഞ്ഞിരിക്കുന്ന സാവനയെ പുറത്തു വരുന്നതിന് വേണ്ടിയിട്ട് ഇവർ ജൂലിയനെ ടോർച്ചർ ചെയ്യാൻ ആരംഭിച്ചു. ജൂലിയന്റെ കരച്ചിൽ കേട്ടിട്ട് സാവന അവരുടെ മുന്നിലേക്ക് വരുന്നു. എന്നാൽ സാവന ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുന്നേ തന്നെ എയ്മിയുടെ ഫോൺ ഉപയോഗിച്ച് അവൾ പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. അത് മാത്രമല്ല സാവനയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിമുനയിൽ അവരുടെ മകൻ അകപ്പെടുകയും ചെയ്തിരുന്നു. ഇത് കണ്ടിട്ട് കെയ്ത്ത് ജൂലിയന്റെ കഴുത്തിലും കത്തിവെക്കുന്നു. പേടിച്ചു പോയ സാവന അവരുടെ മകനെ വെറുതെ വിടുന്നു. കെയ്ത്ത് ജൂലിയനെയും സാവനയെയും ഒന്നിച്ച് കെട്ടിയിടുന്നു. ശേഷം ജൂലിയന്റെ ഫിയാൻസിയുടെ നാക്ക് ഫ്രൈ ചെയ്തുകൊണ്ട് വന്നിട്ട് ജൂലിയനെ കൊണ്ട് അത് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിന് വിസമ്മതിച്ചത് കൊണ്ട് തന്നെ അയാൾ അവളുടെ കൈവിരൽ കട്ട് ചെയ്യുന്നു. ശേഷം സാവനയെ കൊണ്ട് അത് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. സാവനയാണെങ്കിൽ കെയ്ത്തിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്മിക്ക് പെണ്ണുങ്ങളിലാണ് ഇൻട്രസ്റ്റ്, അവളൊരു ലെസ്ബിയനാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടതും കെയ്ത്ത് തന്റെ മകളുടെ നേരെ തിരിയുന്നു. ഇവരുടെ ആർഗ്യുമെന്റ് നടന്നുകൊണ്ടിരിക്കവേ സാവന അവളുടെ കയ്യിലെ കെട്ടഴിച്ചതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഫോർക്ക് എടുത്തിട്ട് കെയ്ത്തിന്റെ കണ്ണിനിട്ട് കുത്തുന്നു. കെയ്ത്ത് ആ ഫോർക്ക് വലിച്ചു വരുന്നു. അത് മാത്രമല്ല അതിലുണ്ടായിരുന്ന അവന്റെ കണ്ണ് അവൻ സ്വയം ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഈ സമയം ബില്ലിയുടെ ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരികയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. പുള്ളി കെയ്ത്തിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു. സാവനയാണെങ്കിൽ കെയ്ത്തിന്റെ മകനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷെ ബില്ലിയുടെ ഫ്രണ്ടിന് കെയ്ത്തിനെ കീഴ്പ്പെടുത്താനായില്ല. കെയ്ത്ത് അവനെയും കൊലപ്പെടുത്തുന്നു. എന്നാൽ അപ്പോഴേക്കും ജൂലിയൻ ഒരു ചുറ്റിക ഉപയോഗിച്ച് കെയ്ത്തിന്റെ തലക്കടിച്ച് കൊലപ്പെടുത്തുന്നു. എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു എന്ന് മനസ്സിൽ വിചാരിച്ച് ജൂലിയനും സാവനയും പരസ്പരം നോക്കി നിൽക്കവേ ഇതെല്ലാം കണ്ടുവന്ന എയ്മി ജൂലിയനെ പിന്നിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അത് സാവനയ്ക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അവൾ എയ്മിയുടെ നേരെ ഒരു ചുറ്റികയുമായിട്ട് പാഞ്ഞെടുത്തു. സാവനയിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവൾ വീടിന് വെളിയിലേക്ക് പോകുന്നു. വീടിന് വെളിയിൽ പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. എയ്മിയെ കൊല്ലാൻ വരുന്ന സാവനയെ കണ്ടതും സാവനയും കുടുംബവുമാണ് കൊലയാളികൾ, എയ്മിയും കുടുംബവും ഇന്നസെന്റ് ആണ് എന്നീ പോലീസുകാരൻ തെറ്റിദ്ധരിക്കുന്നു. പുള്ളിക്കാരൻ സാവനയെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലുന്നു. പോലീസുകാരൻ എയ്മിയെ സേഫായിട്ട് വണ്ടിയിലിരുത്തതിനു ശേഷം ടോപ്പ് അതോറിറ്റീസിനെ വിവരം അറിയിക്കുന്നു. എന്നാൽ അവിടെ എന്തോ സൗണ്ട് കേട്ടിട്ട് അത് നോക്കാൻ പോയ പോലീസുകാരനെ എയ്മി പിന്നിൽ നിന്നും ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ശേഷം ആ വീടിന് തീ വിട്ടിട്ട് അവൾ അവരുടെ ഫാമിലി വാനും എടുത്ത് അവിടെ നിന്നും രക്ഷപ്പെടുന്നിടത്ത് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.